എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്ന ഒരു കോപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കോപ്പി അടിക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇതാണ്. അപ്പോൾ ഇതെടുത്താണ് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ വെച്ച് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫോട്ടോ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഫോട്ടോ അനലൈസ് ചെയ്യുമ്പോൾ കാണാവുന്നത് ഒരു സീറോ ബൾബ് ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്തൊരു വാട്ടർ പോലത്തെ ഒരു കടലിലെ വെള്ളം പോലെ ഉണ്ട്, പിന്നെയുള്ള അതിൻ്റെ അകത്തൊരു ബ്ലൂ വെയിലാണ്. അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാം. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോ എടുക്കാൻ പോവാം. പക്ഷേ അതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എഡിറ്റിങ്ങിലേക്ക് പോവാം. പിന്നെ ഇപ്പോൾ ഫോട്ടോ പിക്സറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴെ ആഡ് ഫോട്ടോ നിർമ്മിച്ചുകൊണ്ട് നമുക്കത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് വാട്ടറിൻ്റെ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അതിനിവിടെ മണ്ട അറേസ്റ്റ് ടൂളുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഇൻവേർട്ടിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോടെ റബ്ബ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഈ റബ്ബ് ചെയ്യുമ്പം. ഇപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഞാൻ റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഡൺ കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കിവിടെ അഡ്ജസ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പൊടിക്ക് ബ്രൈറ്റ്നെസ് കൂട്ടുകയാണ്. കോൺട്രാസ്റ്റ് ഒരു പൊടിക്ക് കൂട്ടുകയാണ്. ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടി. സാച്ചുറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. ഹ്യൂ നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റ്സ് ഒരു പൊടിക്ക് കുറച്ചു. ഷാഡോസ് ഒരു പൊടിക്ക് കുറച്ചു. ഡൺ കൊടുക്കാം. ഇതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലൂ വെയിലിൻ്റെ ഇത് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ആഡ് ഫോട്ടോ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോണം. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക.
നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പം അതിനുശേഷം ഓപ്പോസിറ്റ് പൊടിക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ പിക്സാർട്ടിൽ എഡിറ്റിംഗ് എടുത്ത് നമുക്ക് രണ്ടും കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ്റൂമിൻ്റെ അകത്ത് നിന്ന് കളർ ഗ്രേഡ് ചെയ്തെടുക്കാം. അപ്പം ഗാലറിയിലൂടെ സേവ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ലൈറ്റ്റൂമിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. അപ്പോൾ ആദ്യം നിങ്ങൾ എക്സ്പോഷർ ഇവിടെ പൊടിക്ക് കൂട്ടുന്നുണ്ട്. കോൺട്രാസ്റ്റ് ഒരു പൊടിക്ക് കൂട്ടി, ഹൈലൈറ്റ്സ് ഒരു പൊടിക്ക് കൂട്ടി, ഷാഡോസ് കുറച്ചിട്ടുണ്ട്, കുറച്ച് ബ്ലാക്ക്സും ഏകദേശം 36 ഞാൻ കുറച്ചു. അതിനുശേഷം നമുക്ക് എയർ ടൂളിലേക്ക് പോവാം. നമുക്ക് ചെറിയൊരു കർവ് സെറ്റ് ചെയ്യാം. ഓക്കെ, അവരുടെ സെറ്റിങ്സ് ഡൺ കൊടുത്തിട്ടുണ്ട്. ഇനി കളർ ടൂളിലേക്ക് പോവാം. ടെമ്പറേച്ചറാണ് അവിടെ പൊടിക്ക് കുറയ്ക്കുന്നുണ്ട്. ശേഷം വൈബ്രൻസ് ഒരു പൊടിക്ക് കുറച്ചു, സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറച്ചു. ഒരു മിക്സ് ടൂൾ സെലക്ട് ചെയ്യുക. മിക്സ് ടൂളിൻ്റെ അകത്ത് ആദ്യമേ റെഡ് എടുക്കണം. റെഡ് നമുക്കൊരു സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കാം. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടാം. ഓറഞ്ച് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടി. യെല്ലോ സെലക്ട് ചെയ്തു. യെല്ലോയ്ക്ക് സാച്ചുറേഷൻ പൊടിക്ക് കുറച്ചു. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടി. അതിനുശേഷം ഗ്രീൻ സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ നല്ലൊരു കുറച്ചിട്ടുണ്ട്. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടി. അത് തന്നെ അക്വ സെലക്ട് ചെയ്യുക. അക്വയ്ക്ക് അത് ഹ്യൂ കുറച്ചു. സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറച്ചു. ബ്ലൂ സെലക്ട് ചെയ്തു. ബ്ലൂവിനെ ഒരു 34 അവിടെ കുറച്ചിട്ടുണ്ട്. സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറച്ചു. ലൂമിനൻസ് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഡൺ കൊടുക്കാം. ഇനി അടുത്തത് എഫക്ട്സിലേക്ക് പോകാം. നമുക്ക് ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടാം. ഡീറ്റെയിൽസ് ഒരു പൊടിക്ക് കൂട്ടാം. ബ്രൈറ്റ്നസ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കളർ ഗ്രേഡിങ് കഴിഞ്ഞു. നമുക്കിനി ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.